അവൻ രണ്ട് പൊട്ടിച്ചാലും നീ അതങ്ങോട്ട് ക്ഷമിക്ക്. നിന്റെ ഭർത്താവ് തന്നെ അല്ലേ, അതിലിപ്പോ എന്താ തെറ്റ്? പുരുഷന്റെ കാലിന്റെ അടിയിൽ തന്നെയാണ് സ്ത്രീകളുടെ ജീവിതം, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ അമ്മായിയമ്മ പറഞ്ഞപ്പോ ജിൻസി ഒരു തീരുമാനം എടുത്തു. ഇത് ഞാൻ ഇന്നലെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ട ഒരു പോസ്റ്റാണ്. ഈ പോസ്റ്റ് ഈ പെൺകുട്ടി ഇടാൻ കാരണം സോന എൽദോസ് എന്ന പെൺകുട്ടി ഇന്നലെ ആത്മഹത്യ ചെയ്തതുകൊണ്ടാണ്. സോന എൽദോസ് ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല, അവന്റെ അവിഹിതം പിടിച്ചിട്ടടക്കം ഞാൻ ക്ഷമിച്ചു, അവന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു എന്ന്. പക്ഷെ അവൻ എന്നെ മതം മാറ്റാൻ നിർബന്ധിച്ചു, അതിനു വേണ്ടി അവൻ എന്നെ തല്ലി, അതും കൊണ്ട് അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ ലോകത്തുനിന്ന് പോകുന്നു. ഇതാണ് ആക്ച്വലി സോന എൽദോസ് അവസാനം എഴുതിയത്. പക്ഷെ ഞാൻ ഇവിടെ സോന എൽദോസിനെ കുറ്റം പറയുള്ളൂ. നിന്നെ സ്നേഹിക്കാൻ അമ്മയുണ്ടായിരുന്നു, ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു, എന്നിട്ടും നിന്നെ സ്നേഹമില്ലാത്ത ഒരുത്തന്റെ കൂടെ വേണ്ടി ജീവിക്കാൻ എന്തും കൊണ്ട് നീ തുനിഞ്ഞു? സൈക്കോളജി പ്രകാരം ഒരു സ്ത്രീ ആത്മാർത്ഥമായിട്ട് ഒരു പുരുഷനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് സഹിക്കാൻ തയ്യാറാവും. ഒരു കാര്യം ഒഴുകി, തൻ്റെ പുരുഷൻ വേറൊരു സ്ത്രീയുമായിട്ട് അവിഹിതത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് ഈ ലോകത്തിൽ ഒരു സ്ത്രീ അങ്ങനെ ക്ഷമിക്കുന്ന കാര്യമല്ല, അങ്ങനെ ക്ഷമിക്കാനും പാടില്ല. കാരണം ചീറ്റിംഗ് ഒരു ചോയ്സ് ആണ്. എന്നിട്ടും സോന അത് ക്ഷമിച്ച് അവന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു. 23 വയസ്സായി, എത്രയോ ജീവിതം ബാക്കിയുണ്ട്, എന്നിട്ടും എന്നും കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു. നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിയാനുള്ള ഒരു പ്രായം ആക്ച്വലി 23 ഉണ്ടാവുന്നാണ് എൻ്റെ വിചാരം. ഈ പ്രശ്നം ഇന്നലെ രാവിലെ 10 മണിയാകുമ്പോൾ എല്ലാ ന്യൂസ് ചാനലിലും നല്ല ബ്രേക്കിംഗ് ആയിട്ട് വന്നാണ്. പക്ഷെ ഒരു 2-3 മണിക്കൂർ ആയപ്പോഴേക്കും ഈ ന്യൂസൊക്കെ വേഗം വാനിഷായി. ഇവിടെ കന്യാസ്ത്രീകൾ ജയിലിൽ അടഞ്ഞപ്പോ കേരളത്തിൽ മൊത്തം പ്രക്ഷോഭമായിരുന്നു. കന്യാസ്ത്രീകൾ റോട്ടിലിരുന്ന് അവരെ സപ്പോർട്ട് ചെയ്യാൻ കോൺഗ്രസിലെ നേതാവ് വരുന്നു, CPM-ലെ മന്ത്രിമാർ അതിനെ സപ്പോർട്ട് ചെയ്യണു. ഇതൊന്നും കന്യാസ്ത്രീകളോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നില്ല, ഇതൊക്കെ കന്യാസ്ത്രീകളെ മുന്നിൽ വെച്ചിട്ട് എന്ന പാർട്ടീനെ ആക്ച്വലി അടിച്ചു താഴ്ത്താനുള്ള ഒരു ശ്രമമായിരുന്നു. അതിനെക്കാട്ടിലും എത്രയോ വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്, സോന തൂങ്ങി മരിച്ചത്. പെട്ടെന്ന് തന്നെ ഈ ന്യൂസ് സ്റ്റോപ്പായി. വൈകുന്നേരം ഒരു ഡിബേറ്റ് പോലും ഒന്നിലും ഉണ്ടായിരുന്നില്ല. ആ കൂടെ ഉണ്ടായിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു ഡിബേറ്റ് ആണ്. അതിലെ റിപ്പോർട്ടർ ചോദിക്കണ കേട്ടു, എന്തും കൊണ്ട് BJP ഇത് ലവ് ജിഹാദ് ആക്കി എന്നത്. അതൊക്കെ പോട്ടെ, നമുക്ക് പ്രണയം ആർക്കും ആരോടും തോന്നാം. ചിലപ്പോൾ പ്രായം കൂടിയവരടുത്ത് തോന്നാം, പ്രായം കുറഞ്ഞവരടുത്ത് തോന്നാം, അന്യമതസ്ഥരോട് തോന്നാം, ആർക്കും തോന്നാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. നിങ്ങൾ പ്രണയിക്കുമ്പോൾ അന്യജാതിയിൽ പെട്ട ഒരു പുരുഷനെയാണ് നിങ്ങൾ പ്രണയിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം വേണച്ച ശവപ്പെട്ടിയിൽ ചെന്ന് അവസാനിക്കും. എന്തുകൊണ്ടായിരിക്കും സോന ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക? പലപ്പോഴും പല രക്ഷിതാക്കളും പറഞ്ഞ കേട്ടാണ്, നാട്ടുകാർ എന്ത് വിചാരിക്കും, അങ്ങനെ വിചാരിച്ചിട്ട് ജീവിക്കേണ്ടതല്ല നമ്മുടെ ജീവിതം. നാട്ടുകാർ എന്തോ വിചാരിച്ചോട്ടെ, പക്ഷെ നിങ്ങൾ എപ്പോഴും നിങ്ങളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുക, നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ജീവിക്കുക. നിങ്ങൾ ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യുക. ഇതൊന്നും ചെയ്യാണ്ട് നിങ്ങൾ നാട്ടുകാർക്ക് വേണ്ടിയിട്ടും ഒരു സൊസൈറ്റിയിൽ ആരെങ്കിലും വെച്ച നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ലാസ്റ്റ് മരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ജീവിക്കാൻ മറന്നുപോയി എന്നുള്ളത്. ആ വിഷമം നിങ്ങൾക്ക് ഉണ്ടാവരുത്. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കരുത്. നിങ്ങൾ നന്നായിട്ട് ജീവിച്ചാലും നിങ്ങൾ മോശമായിട്ട് ജീവിച്ചാലും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചാലും നാട്ടുകാർ വെറും കാഴ്ചക്കാർ മാത്രമായിരിക്കും. അവര് നല്ലത് പറയും, മോശം പറയും, വേണച്ച കുറ്റം മാത്രമേ പറയുള്ളൂ. അത് ബോധയോടെ ചെയ്യാൻ പാടില്ല. കാരണം അവരാരും നിങ്ങൾക്ക് ഒന്നും കൊണ്ടുവന്ന് തരാൻ പോകുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പീഡനം ലഭിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് 4 പറയുക, അല്ലെങ്കിൽ കൊടുക്കുക, എന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരിക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ആത്മഹത്യയല്ല അതിനുള്ള ഒരു മറുപടി. അവിടെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നുള്ള ഒരു വിചാരമേ വേണ്ട. എനിക്ക് ഓർമ്മയുണ്ട്, കുറച്ച് കാലം മുമ്പ് PC ജോർജ് ഇതുപോലെ ലവ് ജിഹാദിനെതിരെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് പറഞ്ഞതിന് ശേഷം അയാൾ സ്വന്തം മണ്ഡലത്തിൽ തന്നെ തോറ്റും പോയി. ഇപ്പോ ആ പറഞ്ഞതൊക്കെ ഒരു ശരി വെച്ച പോലെയായി. ഒരു സ്ത്രീ സൂസൈഡ് ചെയ്യുമ്പോൾ അത് കൂടുതലും ഒരു ഓവർലോഡ് കാരണം തന്നെയാണ്. അത് പലപ്പോഴും ഒരു ഒറ്റപ്പെട്ട അവസ്ഥ വരുന്നത് കൊണ്ട് മാത്രമായിരിക്കും സ്ത്രീകൾ കൂടുതൽ സൂസൈഡ് ചെയ്യാറ്. ഇപ്പൊ പുരുഷന്മാരാണ് സൂസൈഡ് ചെയ്യണമെന്ന് പറയാറുണ്ട്, പക്ഷെ സ്ത്രീകൾ സൂസൈഡ് ചെയ്യാൻ കാരണം അവർക്ക് ആരുമില്ല എന്നുള്ള തോന്നൽ വരുമ്പോൾ മാത്രമായിരിക്കും. കാരണം അവർക്ക് പേഴ്സണലി ഞാനൊരു കുറ്റക്കാരിയാണ്, ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ഒന്നും അല്ലാത്തവളാണ്, എനിക്ക് ആരുമില്ല, അങ്ങനെ മെന്റലി ബ്രേക്ക് ചെയ്യണ ഈ സമയത്ത്, ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള സമയത്ത് മിക്ക സ്ത്രീകളും ആത്മഹത്യ ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. ഇതിനു മുമ്പ് നടന്ന നിങ്ങൾ വിഭജികയുടെ കേസ് എടുത്ത് നോക്കിക്കോളൂ, ഉത്തരയുടെ കേസ് എടുത്ത് നോക്കിക്കോളൂ, വീണ നായറിന്റെ കേസ് എടുത്ത് നോക്കിക്കോളൂ. എല്ലാം സമാനമായിട്ട് ഭർത്തൃ വീട്ടിലെ പീഡനം കാരണമാണ് ഇവരൊക്കെ തൂങ്ങിയിരിക്കുന്നത്.
തൂങ്ങിയിരിക്കുന്നത്. അത് എന്തും കൊണ്ടാ തൂങ്ങിയത്? എന്റെ സ്വന്തം വീട്ടുകാർ എന്റെ കൈ ഒഴിഞ്ഞു, എനിക്ക് ആരുമില്ല എന്നൊരു തോന്നൽ ഉള്ളതും കൊണ്ട് മാത്രമാണ്. ഇവിടെ റമീസ് എന്ന വ്യക്തി സോനനെ സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിനെക്കാട്ടിലും വലുത് അവന്റെ മതവും ഈഗോയും തന്നെയാണ്. കാരണം സ്നേഹയുടെ ഇൻഡിപെൻഡന്റ് നേച്ചർ അടിച്ചമർത്താൻ, അവളുടെ വിശ്വാസം ഇല്ലാതാക്കാൻ, അവളെ കൺട്രോൾ ചെയ്യാൻ, ഇതിനെല്ലാം അവൻ മതം നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സാധാരണ ലവ് സ്റ്റോറിയോ അല്ലാണ്ട് സാധാരണ ഒരു ജീവിതമൊന്നുമല്ല. ഇവിടെ ഒരു ജാതിയുടെ പേരിലുള്ള ഒരു ഡൊമിനൻസ് നന്നായിട്ട് തന്നെ ഇവിടെ നടന്നുണ്ട്. ഇവിടെ ഒരു പാഠമുണ്ട്. സ്നേഹത്തിന്റെ പേരിൽ ഒരിക്കലും മതത്തെയോ നിങ്ങളുടെ വിശ്വാസത്തെയോ മനുഷ്യരെയോ നിങ്ങളുടെ വീട്ടുകാരെയോ അകറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ബ്ലൈൻഡ് ലവ് അത് കുറച്ച് ഡേഞ്ചറസ് തന്നെയാണ്, കുറച്ചല്ല നല്ല ഡേഞ്ചറസ് തന്നെയാണ്. പ്രണയം കൊണ്ട് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. ജീവിക്കണമെങ്കിൽ പൈസ വേണം, വിശ്വാസം വേണം. ഇതൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ മതം നിങ്ങൾക്ക് ജീവിക്കാൻ പൈസ തരുന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാണ്ട് പ്രണയം കൊണ്ട് വേറെ ഉപകാരമൊന്നുമില്ല. ഇതുപോലെ മരണം ഇറന്ന് വാങ്ങേണ്ടി വരും ചിലപ്പോൾ. അതുകൊണ്ട് ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു പുരുഷൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവന്റെ മതം അടിച്ചേൽപ്പിക്കാൻ നിങ്ങളെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രണയമല്ല. ഇത് കൂടുതലും ഒരു ന്യൂനപക്ഷ മതത്തിലാണ് കൂടുതലും കണ്ടുവരുന്നത്. കാരണം ഇവിടെ കേരള സ്റ്റോറിക്കെതിരെ ഇപ്പൊ ഭയങ്കര വിമർശനം ഉണ്ടായിരുന്നു. കേരള സ്റ്റോറി സിനിമ എങ്ങനെ ആയിക്കോട്ടെ, അതിൽ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫിക്കും ബെസ്റ്റ് ഡയറക്ടറിനും കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പക്ഷെ അതിൽ നടന്ന കാര്യം അത് ശരിക്കും നടന്ന സംഭവമാണ്. അത് കേരളത്തിൽ നടന്ന സംഭവമാണ്. ഇങ്ങനെ സോന എൽദോസ് ആത്മഹത്യ ചെയ്തിട്ടും റമീസിനെ സപ്പോർട്ട് ചെയ്യണവരുണ്ട്. സോന എൽദോസിന്റെ മരണത്തെ പറ്റിയിട്ട് ന്യൂസ് പറയുമ്പോൾ താഴെ കമന്റ് സെക്ഷനിൽ കണ്ട ഒരു കമന്റ് ആണ്. ഞാൻ ഇതാ കാണിച്ചു തരാം. ഈ കമന്റ് താഴെ എഴുതിയിരിക്കുകയാണ്, അത് ഞാൻ വായിക്കുക. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് നല്ലതായി, ആ വീട്ടുകാരെങ്കിലും രക്ഷപ്പെട്ടല്ലോ. അതായത് റമീസിന്റെ വീട്ടുകാരെയാണ് പറയുന്നത്. അതുപോലെ ഇവളെ പോലെയുള്ള മുതലുകൾ ചാകുന്നതാണ് നല്ലത്. ഫേക്ക് അക്കൗണ്ട് ആണോ റിയൽ അക്കൗണ്ട് ആണോ എന്നറിയില്ല. യൂട്യൂബിൽ വന്ന കമന്റ് ആണ്. അതിലെ പേര് അസ്ലം എന്നാണ്.